ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ടു നീതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു പൂരി എങ്ങനെയാണ് എണ്ണ പിടിക്കാതെ ഉണ്ടാക്കുന്നതെന്ന്. സാധാരണ എല്ലാവർക്കും ഭയങ്കര പരാതിയാണ്, പൂരിയിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ അത് എണ്ണയെ വറക്കുന്നു, അത് മുഴുവൻ പൂരിയെ പിടിക്കുന്നു, അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും, അങ്ങനത്തെ പ്രോബ്ലംസ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പൂരിയിൽ എങ്ങനെയാണ് എണ്ണ പിടിക്കാത്തൊരു ട്രിക്കുണ്ട്. അപ്പം ചപ്പാത്തി മാവ്, അതായത് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലത്തെ ഗോതമ്പ് പൊടി എടുത്തു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ 2 കപ്പ് ഗോതമ്പ് പൊടി, പാല് ചൂടാക്കിയത്, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടി പൊടി എടുക്കുന്ന മെഷറിംഗ് കപ്പ് ഇത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കൈ ഗ്ലാസ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഏത് ഗ്ലാസ് ആണെങ്കിലും ഏത് സാധനത്തിനാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ആ ഗ്ലാസ്സിന് പകുതിയായിരിക്കണം. അതായത് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാല്. അതപ്പോൾ ഈ സെയിം കപ്പിൽ തന്നെ മെഷർ ചെയ്തെടുക്കണം, കാരണം കൂടിപ്പോയാൽ പിന്നെ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടോടെ, തിളപ്പിച്ച പാലല്ല, ചെറു ചൂടായ പാല്. മൊത്തം കൂടെ ഒഴിക്കണ്ട, ആദ്യം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബാക്കി പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും മൊത്തം ഒഴിക്കണ്ട. പൂരി കുഴയ്ക്കുമ്പം പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, ഇതൊത്തിരി കട്ടിയാണല്ലോ പൂരിക്ക്, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെ പാലൊഴിച്ചു കൊടുക്കാമെന്ന്. ഒരിക്കലും ചെയ്യരുത്, കാരണം പൂരി കട്ടിക്കേ കുഴയ്ക്കാവുള്ളൂ. പൂരി ഒരിക്കലും ഒത്തിരി ലൂസായിട്ട് കുഴയ്ക്കില്ല, കാരണം ഒത്തിരി ലൂസായിട്ട് കുഴച്ചാൽ വരുന്ന കുഴപ്പം ഇതിൻ്റെ അകത്ത് ഈ ഡൗ ഒത്തിരി സ്മൂത്ത് ആകുന്നതിനനുസരിച്ച് ഇതിൽ എണ്ണ കൂടുതൽ പിടിക്കാൻ ചാൻസ് ആണ്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇത്രയും കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ബാക്കി കുഴച്ച് നയപ്പെടുത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഡൗ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒത്തിരി അങ്ങ് സോഫ്റ്റ് അല്ല, ഇച്ചിരി കട്ടിക്കാണ് കുഴച്ചിരിക്കുന്നത്. അത് എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് കുഴച്ചത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഈ ഡൗ ഒന്ന് കുഴച്ചത് ഒരു 10 മിനിറ്റ് നേരത്തേക്കിന് അടച്ച് വെച്ച്, തുറന്ന് വെക്കരുത്, കാരണം ഇതിൻ്റെ പുറമെല്ലാം ഉണങ്ങിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ വെച്ചിരുന്ന ആ പൂരിയുടെ ഡൗവ് 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പം നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതല്ലേ കുഴച്ചത്, പാലാണെങ്കിൽ കുറച്ച് കറക്റ്റ് ഡോസ് എടുക്കണ്ടോ. അപ്പം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ഇത്. ഇതിനി നമുക്ക് ചെറിയ ഉരുളകളാക്കി വറുത്തെടുക്കാം. പൂരി പ്രഷറിൽ വെച്ച് പ്രസ് ചെയ്തും എടുക്കാം. ഇനിയിപ്പോൾ പൂരി പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ചപ്പാത്തിയുടെ ഉണ്ടാക്കുന്ന അതേ തടിയിൽ പരത്തിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ട് വറുത്താൽ മതി. ഇപ്പം ഞാനിപ്പം ആദ്യം പൂരി പ്രഷറിൽ ഞാനിതെങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി. പ്രഷറിൽ ഒത്തിരി വലുതാക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കി. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ പൂരി പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൂരി പ്രഷർ എടുത്തു. ഈ പൂരി പ്രഷറിൻ്റെ പുറത്ത് ചെറിയ ഉരുളയാക്കി വെച്ചിട്ട് ഒരെണ്ണം പരത്തിയെടുത്തു. ഇത് നമുക്ക് ഡയറക്റ്റ് എണ്ണയിലോട്ടിടാം.
ഇതുണ്ടോ, ഈ പൂരി നല്ല പഫി ആയിട്ട് വരുന്നതുണ്ടോ. അതുകൊണ്ടാണ് അത് ഈ പാലിൽ കുഴച്ചാലുള്ളൊരു ഗുണമാണ്. എണ്ണയും പിടിക്കത്തില്ല, നല്ല പഫി ആയിട്ട് വരികയും ചെയ്യും മുരിഞ്ഞ പൂരി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മൂത്തു. നമുക്കിത് എടുക്കാം. രണ്ട് പൂരി നമ്മൾ പ്രസ് ചെയ്ത് കാണിച്ചു. കണ്ടോ, നല്ല പൊങ്ങി വരുന്നതുണ്ടോ, പഫി ആയിട്ട്. അത് ഇടുമ്പം തന്നെ അങ്ങ് മൂത്ത് നല്ല പൊങ്ങി വരും. അത് ആ പാലൊഴിച്ച് കുഴയ്ക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലൊട്ടും എണ്ണ പിടിക്കുന്നില്ല, കണ്ടോ. ഗ്യാസ് ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കരുതേ പൂരി ഉണ്ടാക്കുമ്പോൾ. തിളന്ന് എടുക്കാം. കണ്ടോ, നല്ല പഫി ആയിട്ടുള്ള പൂരി. ഇത് ഇങ്ങനെ പ്രഷറിൽ ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ചപ്പാത്തിയുടെ തടിയേലും അല്ലെങ്കിൽ അതിലും പരത്തിയെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ തടിയേൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ചപ്പാത്തി പരത്തുന്ന എനിക്ക് മാർബിളിൻ്റെയാണ്, തടിയിലാണേലും ശരിയാവും. അതിലെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. കുറച്ച് പൊടിയിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കുക. പക്ഷേ ഇച്ചിരി വലുപ്പത്തിൽ പരത്തണം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇത് പരത്തിയെടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് ഇതിന് ഷേപ്പ് കൊടുക്കാം പട്ടത്തിൽ. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ, എനിക്കിപ്പം ഈ ചിരട്ടപ്പുട്ടിൻ്റെ അടപ്പാണ്, അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് 4 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റി. ഇതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. നല്ല പഫി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി മാവ് മുഴുവൻ നമുക്ക് വറുത്തെടുക്കാം. പൂരി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പഫി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു തരി പോലും എണ്ണ ഇതിൽ പിടിച്ചിട്ടില്ല, ഒറ്റ ഒരെണ്ണത്തിൽ പോലും. കാരണം അത് പാലിൽ വറുത്താനുള്ള പ്രത്യേകത ഇതാണ്, എണ്ണ പിടിക്കത്തില്ല. നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ മറ്റേതിൽ പൂരി പ്രസറി വറുത്തെടുത്ത പൂരി. ഇത് ചപ്പാത്തി ഇതിൽ തടിയിൽ പരത്തിയെടുത്തിട്ട് ഷേപ്പ് ചെയ്ത് എടുത്ത പൂരി. ഒരൊറ്റ പൂരിയെപ്പോലും ഒരു തരി പോലും എണ്ണ പിടിച്ചിട്ടില്ല. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം. ഞാനിതിൻ്റെ കൂടെ ഇന്ന് റെഡിയാക്കി വെക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പൊട്ടിച്ച് തുറന്ന് കാണിക്കാമേ. ഇത് കേട്ടോ, അകത്തും എണ്ണയില്ല. സാധാരണ നമ്മൾ പൂരി വറുത്ത അകത്തെല്ലാം എണ്ണമയം വരും. ഇതുപോലെ പാലിൽ
നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഒട്ടും അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോകത്തില്ല. പഫിയാണ്, നല്ല കണ്ടോ, ബാക്കി വറുത്തേക്കുന്ന എല്ലാ പൂരിയും നല്ല പഫിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ്. നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാൻ ചെയ്യും. ഇത് വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കി. നിങ്ങളും ഇതുപോലെ പാലിൽ പൂരി ഒന്ന് വറുത്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, എന്നെ പ്രൊമോട്ട് ചെയ്യണം. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.